ഹായ്, വെൽക്കം ടു അവർ ചാനൽ മിന്നുസ് ടൈനി ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ ഈ കുമ്പാള വെച്ചുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പാളയല്ല, ആക്ച്വലി ഇത് നമ്മുടെ ഫ്ലവറിൻ്റെ ഈ കവുങ്ങിൻ്റെ പൂവിൻ്റെ ആ ഒരു കവറാണിത്. ശരിക്കും ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് വലിയ ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ പൊളിച്ചെടുക്കുന്ന പാടും അങ്ങനെയൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ട് നമ്മളൊന്ന് മുറിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ സാധാ ഒരു ചെറിയൊരു പെറ്റൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ്. സാധാരണ ഒരു ലീഫിൻ്റെയൊക്കെ ആ ഒരു ആകൃതിയിലുള്ള ഒരു പെറ്റലാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. ഉണ്ടോ, ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ പെറ്റൽ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പെറ്റൽസൊക്കെ നമ്മൾ വെട്ടിയെടുക്കുകയാണ്. നമുക്ക് ആ ഫ്ലവറിന് ഏകദേശം ഒരേ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ വെട്ടുന്നത്. നമ്മളിതുപോലെ കുറേയാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ വെട്ടിയതിൻ്റെ ആ ഒരു ബാക്കി പീസാണിത്. അതിൻ്റെ ഇടവശമാണ് അത് നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. അത് നമ്മുടെ ഫ്ലവറിൻ്റെ ആ മിഡിൽ പോർഷനിൽ വെക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ എടുത്തേക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് 2 പൂമ്പൊടി നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഈർക്കിലിയിൽ നമ്മൾ ഒന്ന് കെട്ടിക്കൊടുക്കാൻ പോവാണ്. കണ്ടോ, നൂല് വെച്ച് നമ്മുടെ ഈ പൂമാലയൊക്കെ കെട്ടുന്ന ആ ഒരു രീതിയിൽ നമുക്കിങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ടൈറ്റായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഓരോ പെറ്റൽസും വെച്ച് കൊടുക്കുകയാണ്. കെട്ട് മുറുകിയിട്ടില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇച്ചിരി ഫെവിക്കോൾ വല്ലതും അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടും കുഴപ്പമില്ല. ഞാനിപ്പം വെക്കുന്നില്ല, ഞാൻ കെട്ടിയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ 3 പെറ്റൽസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമ്മൾ വിടർത്തി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് നല്ലൊരു ഫ്ലവറിൻ്റെ ഇത് നമുക്ക് കിട്ടും. ഉണ്ടല്ലേ, ഇതുപോലെ നല്ലൊരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഗ്രീൻ ടേപ്പിന് കുറച്ച് പശയുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫെവിക്കോളൊന്ന് ഒട്ടിച്ചേക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫായിട്ട് ഇരുന്നോളും. കാരണം ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
ഇതുപോലെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവേഴ്സിനൊക്കെ കളർ കൊടുക്കുകയാണ്. കളർ കൊടുത്തില്ലെങ്കിൽ ഭംഗിയുണ്ട്, പക്ഷെ ഞാനത് അറേഞ്ച് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ കളർ കൊടുക്കുന്നത്. ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടത്തിനുള്ള കളർ കൊടുക്കാം. ഫ്ലോറൽ ടേപ്പിലൊക്കെ ഒന്ന് പറ്റാതെ ഒന്ന് നമ്മൾ കളർ ചെയ്യുമെന്ന് സൂക്ഷിച്ച്. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ നടുക്ക് നമ്മൾ യെല്ലോ കളർ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാത്തിനും കളർ അടിച്ചെടുക്കാവേ. ഇനി നമുക്ക് ഇതുപോലൊരു ഐസ്ക്രീമിൻ്റെ ബൗളാണ്. ഇതിന് എൻ്റെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്, അത് കാരണം ഞാൻ മാസ്കിൻ ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ സെലോ ടേപ്പ് ഉണ്ടെങ്കിൽ അതാണ് കാണാതിരിക്കും, പക്ഷേ എൻ്റെ കയ്യിലില്ല, അത് കാരണം ഞാൻ മാസ്കിൻ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല ഫിറ്റായിട്ടിരുന്നോളും, അത് കാണത്തൊന്നുമില്ല നമ്മൾ ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ ബോർഡിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ ഇതൊന്ന് നമ്മുടെ ഇവിടുത്തെ മൊത്തം ജൂട്ട് ത്രെഡൊക്കെ ഒന്ന് ചുറ്റിക്കൊടുക്കാൻ പോവാണ്. ഗ്യാപ്പ് വരാതെ ഒന്ന് ചുറ്റി കൊടുക്കുക. നമ്മളിനി ജൂട്ട് ത്രെഡ് കുറച്ച് ഭാഗം ചുറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പൈപ്പിംഗ് ത്രെഡാണ് ചുറ്റുന്നത്. വൈറ്റ് കളറിൽ എന്തെങ്കിലും ഇതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും വൂളൻ ത്രെഡാണേലും മതി. അതാകുമ്പോൾ നമുക്ക് ജൂട്ട് ത്രെഡിൻ്റെ കൂടെ നല്ലൊരു മാച്ചാണല്ലോ വൈറ്റ് കളറ്, കാരണം ഞാൻ എടുത്താണ്. ഇനി നമ്മൾ ജൂട്ട് ത്രെഡ് തന്നെ ഒന്നുകൂടെ ചുറ്റാണ്. നമ്മളൊരു 3 ലെയേഴ്സായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ത്രെഡ് മൊത്തം ചുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ലേസ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാനൊന്ന് ഇതെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. മുകൾ ഭാഗത്ത് അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്.
അപ്പം നമ്മുടെ ലേസൊക്കെ വെക്കുമ്പോൾ നമ്മുടെ വേസ് നല്ലൊരു ഭംഗിയായി വരുന്നുണ്ട്, നല്ലൊരു ക്യൂട്ട് ലുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മളിതുപോലെയുള്ള പുല്ലിൻ്റെ പൂവാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ പുല്ലിൻ്റെ പേര് നീർപ്പൊങ്കലിൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് സാധനം, വാൾപുല്ലെന്നോ ഒക്കെ പറയുന്ന ഒരു സാധനം. ഈ വെള്ളമൊക്കെ ഉള്ള ഏരിയ, കണ്ടത്തിൻ്റെ ഒക്കെ ആ ഭാഗത്തൊക്കെ കിട്ടുന്നതാണിത്. നമ്മളൊന്ന് ഉണങ്ങിയെടുത്താണ്. ഇതിപ്പോൾ നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സായിട്ടൊക്കെ വെക്കാൻ നല്ലൊരു പുല്ലാണിത്. പുല്ലല്ല, പുല്ലിൻ്റെ പൂവാണിത് ആക്ച്വലി. നമുക്ക് ഫ്ലവേഴ്സ് ഇതിൽ വെച്ച് കൊടുക്കാം. നല്ലതായിട്ട് വെച്ചിട്ട് നമ്മുടെ ഫ്ലവേഴ്സിനെ ഇടയിൽ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഫ്ലവറിന് റെഡ് കളറും കൂടെ കൊടുത്തുകൊണ്ട് ഒരു നല്ല മാച്ചാണ് നമ്മുടെ പുല്ലുമായിട്ട് നമുക്കിത് കിട്ടുന്നത്. ഇതിങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ലിവിങ് റൂമിലും നമ്മുടെ ടീപ്പോയിലൊക്കെ നമുക്ക് വെച്ചാൽ നല്ലൊരു ലുക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ ഫുൾ അറേഞ്ച് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് അപ്പം തന്നെ കിട്ടുള്ളേ. അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. Bye.